ഹലോ ഗായ്സ്, ഇതാ ഉച്ചയാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്താ ചൂടില്ലേ. അങ്ങനെ ഞാനിതാ എൻ്റെ വീട്ടിലാണുള്ളത്. അങ്ങനെ അച്ഛനൊരു ഇളനീരൊക്കെ വെട്ടിച്ച് തന്നു. ഞങ്ങൾ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് അമ്മേൻ്റെ അടുക്കളത്തോട്ടവും കൃഷികളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. നല്ല ചൂടും വെയിലാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, അതായത് വാലൻറ്റൈൻസ് ഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് വാലൻറ്റൈൻസ് ഡേക്ക് ഒരു പരിപാടിയും ഇല്ല, കാരണം ഏട്ടൻ നാട്ടിലില്ല. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം വാലൻറ്റൈൻസ് ഡേ ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഇതാ കുഞ്ഞി വെണ്ടയ്ക്കയും അതുപോലെ തന്നെ പയറുണ്ടായിരുന്നു കേട്ടോ. പയർ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ എല്ലാം പറിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് കേട്ടോ കാണാത്തത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ എനിക്ക് ഒരെണ്ണം കാണാൻ പറ്റി. അങ്ങനെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടോ. അങ്ങനെ ഇവിടെ ഒരു പയറുണ്ടായിരുന്നു, ഇത് അവർ വിട്ടുപോയതാണെന്ന് തോന്നുന്നത്. അങ്ങനെ കുറച്ച് വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും ചീരയും കയ്പ്പയ്ക്കയും എല്ലാം ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ വെള്ളരിയൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അതപ്പുറത്തെ പറമ്പിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് കായ്പ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് അപ്പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ കൃഷിയായിട്ടൊന്നുമില്ല, എല്ലാവരും ഇവിടെ ഇട്ടതാണ്. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും, അത്ര തന്നെ. പിന്നെ ഒരു കായ്പയ്ക്ക് ഇതിൻ്റെ മുകളിൽ കണ്ടു കേട്ടോ. അപ്പോൾ അതിനെയും കൂടെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇതാ നമുക്ക് കഴിഞ്ഞ കൊല്ലം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊഴിഞ്ഞു പോയൊരു സംഭവമുണ്ട് നമ്മുടെ ഇത്, അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ വർഷം മഴയായപ്പോൾ ഫുൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അമ്മേൻ്റെ ചെടിയും അതുപോലെ ഇവിടെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേരറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ റംബൂട്ടാൻ എന്നാണ് പറയുക, പ്രത്യേകിച്ച് പറയേണ്ട, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.